കുറച്ച് ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. വേറെയൊന്നുമല്ല, ചരിത്രത്തെ പോലും പാകിസ്ഥാൻ വെറുതെ വിടില്ലെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടം തന്നെയാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ജ്ഞാനം തേടി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഒഴുകിയെത്തിയ ഒരു പുണ്യഭൂമി. ഭാരതീയ ഉപഭൂഖണ്ഡത്തിന്റെ ജ്ഞാനസിംഹാസനമായിരുന്ന തക്ഷശില, ചാണക്യന്റെ അർത്ഥശാസ്ത്രവും ചരകന്റെ ആയുർവേദ ശാസ്ത്രവും രൂപപ്പെട്ട വൈദിക ബുദ്ധ ഗ്രീക്ക് സംസ്കാരങ്ങളുടെ ഈറ്റില്ലം. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സർവകലാശാലകളിൽ ഒന്നായി ഖ്യാതി നേടിയ ആഗോള സാംസ്കാരിക പൈതൃകത്തിന്റെ ഈ കിരീടത്തിലാണ് ഇന്ന് പാകിസ്ഥാൻ സിമന്റും ആധുനിക കോൺക്രീറ്റും പൂശി അതിന്റെ തനിമയും ചരിത്രപരമായ പ്രാധാന്യവും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. സംരക്ഷണം എന്ന വ്യാജേന ചരിത്രത്തെ വികലമാക്കുന്ന പാകിസ്ഥാന്റെ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ വീഴ്ചകൾക്കും നടപടിക്കെതിരെയും അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് യുനെസ്കോയിൽ നിന്ന് കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യഥാസമയം വരുത്തിയ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ ലോക പൈതൃക പട്ടികയിൽ നിന്ന് തക്ഷശില പുറത്താക്കപ്പെടുമെന്ന നാണക്കേടിന്റെ നിഴലിലാണ് ഇന്ന് പാക് പുരാവസ്തു വകുപ്പ്. തക്ഷശില പുരാവസ്തു സമുച്ചയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളുമായ സിർക്ക, മൊഹ്റ, മൊറാദു എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാൻ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കൈവച്ചിരിക്കുന്നത്. പുരാവസ്തു ശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരവും ലംഘിക്കാൻ പാടില്ലാത്തതുമായ തത്വം എന്തെന്നാൽ, ഒരു ചരിത്ര സ്മാരകം സംരക്ഷിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ തനിമയ്ക്കും അഖണ്ഡതയ്ക്കും യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തരുത് എന്നാണ്. പുരാതനമായ ആ കല്ലുകൾക്കും നിർമ്മിതികൾക്കും അവയുടേതായ ഒരു ചരിത്രമുണ്ട്. അത് വരും തലമുറകൾക്ക് അതേപടി കൈമാറേണ്ടതുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് അവിടെ ചെയ്തതെന്താണ്? അവർ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആധുനിക സിമന്റും കോൺക്രീറ്റ് മിശ്രിതങ്ങളും നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ച് തോന്നിയതുപോലെ പുനർനിർമ്മാണം നടത്തി. പുരാതന മതിലുകൾക്ക് മുകളിൽ പുതിയ മതിലുകൾ കെട്ടിപ്പൊക്കി അതിന്റെ ഉയരം കൂട്ടി യഥാർത്ഥ നിർമ്മിതിയെ മറച്ചു കളഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ തക്ഷശില സന്ദർശിച്ച ഒരു വിദേശി പാരീസിലുള്ള യുനെസ്കോ ആസ്ഥാനത്ത് ഇതിന്റെ ചിത്രങ്ങൾ സഹിതം പരാതി നൽകിയപ്പോഴാണ് പാകിസ്ഥാന്റെ ഈ സാംസ്കാരിക ദ്രോഹം ഒടുവിൽ പുറം ലോകം അറിയുന്നത്. ചരിത്ര സ്മാരകങ്ങളെ കേവലം ടൂറിസ്റ്റ് പാർക്കുകളിലെ കൃത്രിമ നിർമ്മിതികൾ പോലെ കാണുന്ന പാകിസ്ഥാന്റെ ഉദാസീനതയാണ് ഇവിടെ വെളിച്ചത്താകുന്നത്. ഇവിടെയാണ് പാകിസ്ഥാന്റെ കപടതയും ഇരട്ടത്താപ്പും നാം ഗൗരവമായി തിരിച്ചറിയേണ്ടത്. സ്വന്തം രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിന് മുൻപുള്ള പ്രൗഢമായ വൈദിക ബുദ്ധ പൈതൃകത്തെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ട്. മതപരമായ അന്ധത കാരണം പലപ്പോഴും ഇത്തരം പുരാതന സ്മാരകങ്ങളെ അവർ അവഗണിക്കുകയോ നശിപ്പിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ആഗോളതലത്തിൽ ടൂറിസം വഴി വലിയ രീതിയിൽ പണം സമ്പാദിക്കാനും തങ്ങൾ വലിയ സാംസ്കാരിക സ്നേഹികളാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വരുത്തി തീർക്കാനും അവർ തക്ഷശിലയെയും സിന്ധു നദീതട നാഗരികതയെയും വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടാറുണ്ട്. ഈ സാംസ്കാരിക ശേഷിപ്പുകളെ തങ്ങളുടേത് മാത്രമെന്ന് സ്ഥാപിച്ചെടുക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്ന ഇസ്ലാമാബാദ് യഥാർത്ഥത്തിൽ ആ സ്മാരകങ്ങളോട് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ അനാദരവാണ്. ചരിത്രത്തെ നശിപ്പിക്കാൻ യഥാർത്ഥ ശാസ്ത്രീയ മാർഗങ്ങളും പുരാവസ്തു ഗവേഷകരുടെ സഹായവും ഉപയോഗിക്കുന്നതിന് പകരം റോഡ് പണിയും സാധാരണ കെട്ടിടം പണിയും നടത്തുന്നത് പോലെ സിമന്റ് പൂശാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. ഇത് കേവലം ഒരു സാങ്കേതിക പിഴവല്ല, മറിച്ച് ഈ ഉപഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ ചരിത്രത്തോടും സംസ്കാരത്തോടുമുള്ള പാകിസ്ഥാന്റെ സാംസ്കാരികമായ അന്ധതയും അവഗണനയുമാണ് കാണിക്കുന്നത്. പരാതികൾ ശക്തമായതിനെ തുടർന്ന് യുനെസ്കോ പ്രതിനിധികൾ തക്ഷശിലയിൽ നേരിട്ടെത്തി ഒടുവിൽ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. പാക് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും സിമന്റ് പൂശിയതിനെ വെള്ള പൂശാനും ഒട്ടനവധി പ്രസന്റേഷനുകൾ നടത്തിയെങ്കിലും യുനെസ്കോ അതിലൊന്നും വീണില്ല. വരുത്തിയ മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് പഴയപടിയാക്കിയില്ലെങ്കിൽ തക്ഷശിലയെ അപകടത്തിലായ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റുമെന്നാണ് യുനെസ്കോ നൽകിയിരിക്കുന്ന കടുത്ത താക്കീത്. ഇത് പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന പ്രഹരം ചെറുതല്ല. ചരിത്രപരമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് മുൻപ് ജർമ്മനിയിലെ ഒരു ലോക പൈതൃക സ്ഥലം യുനെസ്കോ പട്ടികയിൽ നിന്ന് സ്ഥിരമായി നീക്കം ചെയ്ത കടുത്ത ചരിത്രം അവർ പാക് ഉദ്യോഗസ്ഥരെ ഔദ്യോഗികമായി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. ഇതിലും വലിയൊരു നാണക്കേട് ഒരു രാജ്യത്തിന് വരാനില്ല. മറ്റ് 24 ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ കൂടി ലോക പൈതൃക പദവി നേടിയെടുക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വർഷങ്ങളായി ശ്രമിക്കുന്ന പാകിസ്ഥാന് ഈ വിവാദം വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. സ്വന്തമായി നിലവിലുള്ളത് സംരക്ഷിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്തവർക്ക് എങ്ങനെയാണ് പുതിയ പദവികൾ നൽകുക എന്ന ന്യായമായ ചോദ്യം അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു കഴിഞ്ഞു. തക്ഷശില എന്നത്
കേവലം പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലെ ഒരു ഭൂപ്രദേശം മാത്രമല്ല. അത് ഭാരതീയ ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും മറ്റ് നിരവധി സംസ്കൃത ഗ്രന്ഥങ്ങളിലും സവിശേഷമായി പരാമർശിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഗാന്ധാര രാജ്യത്തിന്റെ ഭാഗമാണ്. ഭരതന്റെ മകനായ തക്ഷൻ സ്ഥാപിച്ച നഗരമാണിതെന്നാണ് ഐതിഹ്യം പറയുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ ചന്ദ്രഗുപ്തന്റെയും അശോക ചക്രവർത്തിയുടെയും ഭരണത്തിൻ കീഴിൽ തിളങ്ങി നിന്ന ഉന്നത വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം. ചാണക്യൻ തന്റെ വിഖ്യാതമായ അർത്ഥശാസ്ത്രം രചിച്ചതും ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തർക്കം കേവലം പുനരുദ്ധാരണ സാങ്കേതിക വിദ്യകളെ കുറിച്ച് മാത്രമല്ല, അത് ഈ ഉപഭൂഖണ്ഡത്തിന്റെ, വിശേഷിച്ച് ഭാരതത്തിന്റെ പങ്കുവയ്ക്കപ്പെട്ട ജ്ഞാന സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. രാഷ്ട്രീയ അതിരുകൾ കൊണ്ട് ചരിത്രത്തെ വിഭജിച്ച പാകിസ്ഥാന് അതിന്റെ ആത്മാവിനെയും ആഴത്തെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ സിമന്റ് പൂശലുകൾ. പാക് പുരാവസ്തു വകുപ്പ് ഈ ആരോപണങ്ങളെയൊക്കെ ഇപ്പോഴും പൂർണ്ണമായി തള്ളിപ്പറയുകയും തങ്ങൾ ചെയ്യുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരമുള്ള സംരക്ഷണമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. തകർച്ച ഭീഷണിയിലുള്ള പുരാവസ്തു അവശിഷ്ടങ്ങൾ കൂടുതൽ നശിച്ചു പോകാതെ സംരക്ഷിക്കാനും അവയ്ക്ക് ബലം നൽകാനുമുള്ള നടപടികൾ മാത്രമാണ് അവിടെ നടക്കുന്നത് എന്നായിരുന്നു പാക് അധികൃതരുടെ കപടമായ വാദം. കെട്ടിടം പുതുക്കി പണിയുകയല്ല, മറിച്ച് നിലവിലുള്ളതിനെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അതിനാൽ ഇത് നിർത്തിവെക്കേണ്ട ചോദ്യമേ ഉദിക്കുന്നില്ലെന്നും അവർ ധിക്കാരപൂർവ്വം പറയുന്നു. എന്നാൽ ലോകം അത് വിശ്വസിക്കാൻ ഒട്ടും തയ്യാറല്ല. ചരിത്രത്തെ അതിന്റെ തനിമയോടെ നിലനിർത്താൻ കഴിയാത്തവർ ഇത്തരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. കോൺക്രീറ്റ് മതിലുകൾ കൊണ്ട് മൂടാൻ ഇത് പാകിസ്ഥാനിലെ ഏതെങ്കിലും ആധുനിക നഗരമല്ല, മറിച്ച് മാനവരാശിയുടെ ജ്ഞാനോദയത്തിന്റെ പ്രതീകമായ തക്ഷശിലയാണ്. ഈ സാംസ്കാരിക അധിനിവേശം അവസാനിപ്പിക്കാൻ യുനെസ്കോയും അന്താരാഷ്ട്ര സമൂഹവും ശക്തമായി ഇടപെടുക തന്നെ വേണം. ചരിത്രത്തെ വരും തലമുറയ്ക്കായി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തേണ്ടത് മാനവരാശിയുടെ പൊതുവായ കടമയാണ്. ഈ പൈതൃക ധ്വംസനം കേവലം ഒരു പ്രാദേശികമായ തർക്കമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ചരിത്ര സ്നേഹികളെയും ഗവേഷകരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകളായി പ്രകൃതിക്ഷോഭങ്ങളെയും വിദേശ ആക്രമണങ്ങളെയും അതിജീവിച്ചു നിലനിന്ന ആ പുരാതന ശിലകൾക്ക് മേലാണ് പാക് അധികൃതർ ഇന്ന് തങ്ങളുടെ അനാസ്ഥയുടെ കോൺക്രീറ്റ് അടയാളങ്ങൾ പതിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം മാനവ സംസ്കാരത്തിന്റെ ആദ്യകാല ജ്ഞാനകേന്ദ്രത്തെ സംരക്ഷിക്കുക എന്നത് ഒരു അന്താരാഷ്ട്ര ഉത്തരവാദിത്തമാണ്. തക്ഷശിലയുടെ മണ്ണിൽ ചവിട്ടുമ്പോൾ ഓർമ്മ വരേണ്ടത് പുരാതന കാലത്തെ വിജ്ഞാന സദസ്സുകളും ബുദ്ധ സന്യാസിമാരുടെ മന്ത്രോച്ചാരണങ്ങളുമാണ്, അല്ലാതെ പാകിസ്ഥാന്റെ വിവേകശൂന്യമായ ആധുനിക നിർമ്മാണങ്ങളല്ല. ഈ പൈതൃക കേന്ദ്രം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അലക്സാണ്ടർ ചക്രവർത്തി പോലും അതിന്റെ പ്രൗഢി കണ്ട് അത്ഭുതപ്പെട്ട നഗരമാണ് തക്ഷശില. അക്കാലത്തെ ഏറ്റവും മികച്ച ശാസ്ത്രവും തത്വചിന്തയും കലയും വികസിച്ച ഈ മണ്ണിൽ ഇന്ന് പുരാവസ്തു ശാസ്ത്രത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഭരണം നടത്തുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി മാത്രം ചരിത്രത്തെ മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ്. ഒരു സ്മാരകത്തിന്റെ ഭംഗിയല്ല, അതിന്റെ പുരാതനത്വമാണ് അതിനെ മൂല്യമുള്ളതാക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാംസ്കാരിക പ്രബുദ്ധത പാക് ഭരണകൂടം കാണിക്കേണ്ടതുണ്ട്. തക്ഷശിലയ്ക്ക് സംഭവിച്ച ഈ ദുരവസ്ഥ ലോകമെമ്പാടുമുള്ള മറ്റ് പൈതൃക കേന്ദ്രങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. പുരാതനമായ ഒന്നിനെയും ആധുനികതയുടെ അതിപ്രസരം കൊണ്ട് മൂടരുത്. യുനെസ്കോയുടെ ശക്തമായ നിലപാടുകൾ കൊണ്ട് മാത്രമേ പാകിസ്ഥാനെ പോലെയുള്ളൊരു രാജ്യത്തെ ഈ സാംസ്കാരിക അപജയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കൂ. ചരിത്രത്തെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ വരും തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇനിയും ശക്തമാകേണ്ടതുണ്ട്.